ഇതാദ്യമായല്ല കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ ക്യാമ്പസിൽ നിന്ന് കഞ്ചാവുമായി ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ പിടികൂടിയിരുന്നു. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമെങ്കിലും പരിശോധന നടത്താൻ വിദ്യാർത്ഥികൾ അനുവദിക്കാറില്ല അല്ലെങ്കിൽ സമ്മതിക്കാറില്ല. കഴിഞ്ഞ വർഷം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 100 ഗ്രാം കഞ്ചാവുമായി പൂർവ്വ വിദ്യാർത്ഥിയെ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം കഞ്ചാവ് ഉപയോഗിക്കാൻ എത്തിയതായിരുന്നു ഇയാൾ. കോളേജിനുള്ളിൽ കഞ്ചാവും മറ്റ് നിരോധിത ലഹരി വസ്തുക്കളും നിർബാധം ഉപയോഗിക്കുന്നുവെന്ന വിവരം അധ്യാപകർക്കും ഹോസ്റ്റൽ വാർഡനുമടക്കം അറിയാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ യൂണിയനെ പേടിച്ച് അധ്യാപകരും മറ്റ് ജീവനക്കാരും മൗനം പാലിക്കുകയാണ്. അധ്യാപകർക്ക് പോലും ഹോസ്റ്റലിനുള്ളിൽ പ്രവേശനമില്ല. ഇത് തൊട്ടടുത്തുള്ള കളമശ്ശേരി പോലീസിന് അറിയാമെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തെ ഭയന്ന് പോലീസും യാതൊരു പരിശോധനകളും നടത്താറില്ല. ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഞ്ചാവ് ഹോസ്റ്റലിൽ വാങ്ങി സൂക്ഷിക്കാറുള്ളത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കോളേജിനുള്ളിൽ ഒതുക്കപ്പെട്ട പരാതികൾ നിരവധിയാണ്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ മീറ്റിങ്ങുകളിലുമൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് നിങ്ങളറിയാതെ തന്നെ നമ്മളെ ഇത്തരം നടപടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാർ തലത്തിലും പോലീസ് ഇതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ എതിർത്താൽ കായികമായി ആക്രമിക്കപ്പെടുമെന്ന പേടി മറ്റു വിദ്യാർത്ഥികൾക്കുമുണ്ട്. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ കൂടുതൽ പേർ കേസിൽ പ്രതികളാകുമെന്നും ഉറപ്പാണ്. 24 കൊച്ചി. മൈനർ ക്വാണ്ടിറ്റി സാധാരണ ക്യാമ്പസുകളിൽ കിട്ടാറുള്ളത് പോലെ ഇവിടെ കിട്ടാറുണ്ട് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. എനിക്ക് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ പറയാണ്. എല്ലാ ക്യാമ്പസുകളിലും അദ്ദേഹം ആ കോളേജ് പ്രിൻസിപ്പളാണ്, ദീർഘനാളായി ഇവിടെ ഇരിക്കുന്ന ആളാണ്. ആ കോളേജിലെ കാര്യങ്ങൾ മാത്രമല്ല മറ്റു കോളേജിലെ വിവരങ്ങളും അറിയാൻ കഴിയുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ പുറത്തു നോക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമുക്ക് അത്ഭുതമായി തോന്നും. ചിലപ്പം ഈ മൈനർ ക്വാണ്ടിറ്റികൾ കോളേജുകൾക്ക് വളരെ വ്യാപകമായിട്ടുണ്ടാവും. ആർക്കറിയാം സാധനം ഇതൊക്കെ പ്രസ്താവന അങ്ങേറ്റം എന്താണ് കേൾക്കുമ്പോൾ വല്ലാതെ ഭീതി ഉണ്ടാക്കുന്ന പ്രസ്താവന, മാരക പ്രസ്താവനയായി പോയി.